ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് തും സാത്ത് മേ റോഹം എന്ന സീരിയലിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാത്തവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 7ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടത് രണ്ടുപേരുടെ വീട്ടിലും അവർ സെറ്റ് ചെയ്ത പ്രോഗ്രാമൊക്കെ കൊളായി ആകെ ട്രാജഡി ആയിട്ട് രണ്ടുപേരും വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അപരാജിത ആലോചിക്കുകയാണ്, ഇപ്പം ഞാൻ കാരണം എൻ്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങുന്ന അവസ്ഥയിലായി. അപ്പോൾ രക്ഷത്തിനെ നോക്കുകയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ പോയതുകൊണ്ട് അവരുടെ ഫാമിലിയെ തന്നെ അത് ബാധിച്ചിരിക്കുകയാണ്. അത് അവൻ കാരണം കൂടെ ആണെന്നറിയുമ്പോൾ അവനൊരു വിഷമമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപരാജിതയാണെങ്കിൽ അവൾക്കിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലും പോകാൻ പറ്റത്തില്ല, സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിൽ കൂടുതൽ ഇനി അവർ വെറുത്ത് തുടങ്ങുന്നതിന് മുന്നേ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അവളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവരൊരു കാഴ്ച കണ്ടത്. അവർ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വാൽനക്ഷത്രം ഇങ്ങനെ പാസ് ചെയ്ത് പോണ പോലെ അവർ കാണുവാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നോർത്തിലൊക്കെ അവരിങ്ങനെ വിചാരിക്കുന്നത് അത് ഭയങ്കര ലക്കായിട്ടാണ്, ഒരു ശുഭസൂചനയായിട്ടാണ് കാണുന്നത്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല ഒരു തുടക്കത്തിൻ്റെ സൂചനയായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ രണ്ടുപേർക്കൊരു കോൺഫിഡൻസ് ആവുകയാണ്, എന്തെങ്കിലും ഇനി ചെയ്യണം, ഫാമിലിക്ക് വേണ്ടിയിട്ടും അവരവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന രക്ഷത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ ഇങ്ങനെ അവനെ നോക്കി വാതിലിനടുത്ത് നിൽക്കുകയാണ്. രക്ഷത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ എത്ര നാൾ എന്നെ ഇങ്ങനെ വാതിലിൻ്റെ അടുത്ത് നോക്കി നിൽക്കും, ചെറുപ്പം തൊട്ടേ തുടങ്ങിയതല്ല, അമ്മയുടെ ശീലം എന്താ മാറാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ അമ്മ പറയാം, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പോൾ നീ കല്യാണം കഴിച്ചത് എൻ്റെ വൈഫ് ഇവിടെ വന്നാലും ഞാനിങ്ങനെ തന്നെ ഉണ്ടാവും, എനിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ രക്ഷത്ത് പറയുകയാണ്, അതൊക്കെ പിന്നെയല്ലേ, ആദ്യം ഇപ്പം നമ്മൾ അച്ഛനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മ നോക്കുമ്പോൾ അവരുടെ കമ്പനിയുടെ കുറേ സാരികളൊക്കെ ബെഡിൽ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്ന കാണുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, എന്താ ഇതിവിടെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ നാളെ നർമ്മദാ ദേവിയുടെ അമ്പലത്തിൽ പോയി ദേവിക്ക് അലങ്കാരത്തിനുള്ള സാരി കൊടുക്കാൻ പോകണമെന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് പോലെ ഇങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാ വർഷവും അവിടുത്തെ മധ്യപ്രദേശിലെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ഡിസൈനേഴ്സോ ആണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ആ വർഷം അതിൻ്റേതായിട്ടുള്ള പോപ്പുലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ അച്ഛന് വയ്യാതായ പിന്നെ അത് ചെയ്തിട്ടില്ല. അതിന് മുന്നേ അച്ഛൻ തന്നെയാണ് സാരിയൊക്കെ നെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ രക്ഷത്തിൻ്റെ അമ്മ പറയണം, അതിപ്പോൾ ചെയ്താൽ ശരിയാകുമോ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയല്ലേ, നിൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചത് ചെറിയൊരു സാരിയുടെ ബിസിനസ്സാണ്, നീ അത് ഇത്രയും വലുതാക്കി ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന രീതിയിലാക്കി, ഇനിയിപ്പോൾ നീ അധികം എഫേർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പി തന്നെയാണെന്നൊക്കെ അമ്മ പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയണം, അതല്ല, നമ്മൾ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മഹേശ്വരി സിൽക്ക് ഒരു ലോകം അറിയപ്പെടുന്ന രീതിയിലാക്കണം. അതവിടെ മധ്യപ്രദേശിലുള്ള ഒരു സാരിയുടെ ഒരു മോഡലാണ് മഹേശ്വരി സിൽക്ക്. നമ്മൾ കാഞ്ചീപുരം എന്നൊക്കെ പറയൂലേ, അതേപോലെ പറയുന്നതാണ് മഹേശ്വരി സിൽക്ക് എന്ന്. അപ്പോൾ അത് അവരുടെ അച്ഛന് അതിൽ കൂടുതൽ ഡിസൈൻസ് ചെയ്യണം, അത് കൂടുതൽ വിറ്റഴിക്കണം, അങ്ങനത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വയ്യാതായ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെനിക്ക് ചെയ്യണം, നമ്മുടെ ബ്രാൻഡ് ഇനിയും കൂടുതൽ വലുതാക്കണം, ബിസിനസ് ഉയർത്തണം, അച്ഛൻ്റെ പേര് എല്ലായിടത്തും ഉണ്ടാകണം. അതിനായിട്ട് ഞാൻ അച്ഛൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. ഇപ്പോൾ എനിക്ക് അതിനായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നും എനിക്കൊരു സൂചന കിട്ടി എന്നൊക്കെ ഇങ്ങനെ അവൻ്റെ അമ്മയോട് പറയണം. അപ്പോൾ അവൻ്റെ അമ്മ ഹാപ്പി ആവുകയാണ്. അന്നത്തെ അവൻ ആ വിഷമത്തിൽ നിന്ന് പുറത്ത് വരാനും ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രക്ഷത്ത് നോക്കുമ്പോൾ അവൻ്റെ വാതിലിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നിടത്തായിട്ട് കാണും. അപ്പോൾ രക്ഷത്തിന് മനസ്സിലായി ഇത് ആരാണെന്ന്. അവൻ അമ്മയോട് പറയണില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ മാത്രമല്ല എന്നെ നോക്കി വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഇപ്പോൾ വേറെ ആളുകൾ കൊണ്ട് നിൽക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊന്നും മനസ്സിലാവണില്ല. രക്ഷത്ത് നേരെ പോയി വാതിൽ തുറക്കുമ്പോൾ വല്യമ്മ അവിടെ ചാരി നിൽപ്പുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ ഒളിഞ്ഞു കേട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇവൻ വാതിൽ തുറന്നപ്പോൾ വല്യമ്മ താഴേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ രക്ഷത്ത് ഷോക്കായി, ഇത് ഇത്രയ്ക്ക് ചാരി പറ്റി നിൽക്കുകയാണെന്നൊന്നും രക്ഷത്ത് ഓർത്തില്ല. നേരെ വാതിൽ തുറന്നാൽ വല്യമ്മ വന്ന് തറയിൽ വീഴുകയാണ്. അപ്പോൾ രക്ഷത്ത് അമ്മയും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നത്, നിങ്ങളറിയാതെ ഞങ്ങളിവിടെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ നിൽക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് വല്യമ്മേനെ പിടിച്ച് എണീപ്പിക്കുകയാണ്. അപ്പോൾ വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനൊന്നും വന്നതല്ല, ഇതുവഴി പോയപ്പോൾ രക്ഷിത്ത് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ, ഞാനിങ്ങനെ അവനെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ട് അവനിപ്പോൾ അത് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടല്ലോ, അപ്പോൾ ഒരു മാപ്പി ചോദിക്കാനായിട്ട് അവിടെ നിന്നതാന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുവാണ്. അപ്പോൾ രക്ഷത്തിന് കാര്യം മനസ്സിലായി, ഇവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ രക്ഷിത് പറയണ വല്യമ്മ എന്നെ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഇപ്പോൾ വല്യമ്മ കാരണം ഞാനൊരു വലിയ തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വല്യമ്മ പറയാം അതെന്താ ഇപ്പം രക്ഷിത് പറഞ്ഞു നിങ്ങളിപ്പോൾ അവിടെ പുറത്തു നിന്നെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു അച്ഛന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കാരണം തന്നെ വല്യമ്മയാണ്. വല്യമ്മ പറഞ്ഞില്ലേ അച്ഛൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാത്ത മക്കളെ മക്കളായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ വല്യമ്മ പറഞ്ഞ് രക്ഷിത്തിനെ കുത്തി നോവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് രക്ഷിത്ത് പറഞ്ഞത്. എന്തായാലും വല്യമ്മ പറഞ്ഞത് ദൈവം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനായിട്ടുള്ളൊരു ഐഡിയയും ദൈവം തന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്ന വല്യമ്മ ഇതൊക്കെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവരൊരു കാലത്തും രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് വല്യമ്മ. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്ന നേരം വെളുത്തു നീ അപരാജിതയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ അപരാജിത എല്ലാവരും ഹാപ്പി ആക്കാനായിട്ട് രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കാനായിട്ട് അവൾ രാവിലെ തന്നെ അടുക്കള കയറി. അപ്പോൾ അവൾ നല്ല എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് അവൾ വിചാരിക്കുകയാണ് ഇപ്പോൾ അനിയത്തിക്ക് ഒക്കെ മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്, എല്ലാവർക്കും എന്നോടൊരു ദേഷ്യമുണ്ട്, ഇന്നെന്തായാലും അതൊക്കെ മാറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. ഇതൊരു കല്യാണ വീടല്ലേ, എന്നിട്ട് എന്താ എല്ലാവരും ഇത്ര ലേറ്റ്, എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ പറയുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അനിയത്തെ ആരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരോനോട് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാ കഴിക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയുമോ എനിക്ക് വിശക്കുന്നില്ല, ഇന്നലെ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ കഴിച്ച് സന്തോഷിക്കുക, എൻ്റെ കല്യാണം നടക്കുമോ ഇല്ലയെന്ന് തന്നെ ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അപരാജിത പറയാം അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എന്തിനാ ഭക്ഷണത്തോട് അങ്ങനെ വിരക്തി കാണിക്കുന്ന, കഴിക്കാൻ പറയും. അപ്പോൾ അപ്പൂൻ്റെ അമ്മ നോക്കുമ്പോൾ ഒത്തിരി പലഹാരങ്ങളും രാവിലത്തെ അവരുടെ റൊട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ഡിഷ്, ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല ഞാൻ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്, എല്ലാവരുടെയും ഫേവററ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവിനാശ് വന്ന് നോക്കുമ്പോൾ പറയും ഇതെന്ത് ഇപ്പം തന്നെ കല്യാണ സദ്യക്കുള്ളത് സെറ്റാക്കുവാണോ, എൻ്റെ കാശ് മൊത്തം നിങ്ങൾ ഇങ്ങനെയാണ് തീർക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മേനെ വിളക്കിടുമ്പോൾ അമ്മ പറഞ്ഞു ഞാനല്ല അപ്പുവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇത് നിൻ്റെ ഭർത്താവിൻ്റെ വീടല്ല നിൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനായിട്ട്, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തുണ്ടാക്കണം, ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്തൊന്നും ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കാൻ പറ്റത്തില്ലെന്നോർത്ത് അവൻ വഴക്കിടുവാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മായി പറയുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, അവൾ ഇടയ്ക്ക് അല്ലേ വരുന്നുള്ളൂ, അവളുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിനാശിനെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് അവളൊരു കഷ്ണം ജിലേബിയൊക്കെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഡാൻസൊക്കെ കളിച്ച് അവളെ ഹാപ്പി ആക്കാൻ നോക്കുകയാണ് എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ആര് പറയുന്നുണ്ട് ചേച്ചിക്കൊരു വിഷമവും ഇല്ല, ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നാൽ മതി, എൻ്റെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ആർക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയുവാണ്, അപ്പൂനോടായിട്ട് പറയുകയാണ് നീ വെറും 4 ദിവസത്തേക്ക് ഇവിടെ വന്ന അതിഥിയാണ്, അപ്പോൾ ആ നിലയ്ക്ക് നിന്നാൽ മതി, നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ നിൽക്കണ്ട, ഇപ്പം തന്നെ കണ്ടില്ലേ അവർ അമ്മായിമ്മ മരുമോളും എന്തെങ്കിലും ആയിക്കോട്ടെ, നീ എന്തിനാത്തിൽ ഇടപെടാൻ നിന്നേ, അവരോട് തറുതല പറയാൻ നിന്നത് കൊണ്ടല്ലേ അവർ അങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടാണ് അവരത്രയും ദേഷ്യപ്പെട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അപ്പൂനെ കുറ്റപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടും അവൾ ആരോടും ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ രോഹൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണോ, ഇവിടെ എന്താ പാർട്ടി നടക്കുകയാണോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു അതൊന്നും അല്ല, ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമായിരുന്നു, വേറെ നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞ് അവരെയും വിളിക്കുകയാണ്. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുകയാണ് ചായയൊന്നും കുടിക്കാൻ നിൽക്കുന്നില്ല, ഇന്നലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് കേടായി, എൻ്റെ വിശപ്പൊക്കെ പോയി, ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണം. അപ്പോൾ എല്ലാവരും അവരെ വിളിച്ച് സ്വീകരിച്ചിരുത്തുകയാണ്. അപ്പോൾ എന്താ വന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ തിലക് എന്തായാലും ഇങ്ങനെയായി, പിന്നെ ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റെങ്കിലും നല്ല രീതിയിൽ നടത്തണം, പിന്നെ കല്യാണത്തിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളെപ്പറ്റി സംസാരിക്കാൻ വന്നതെന്ന് പറയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞാൽ ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രോഹൻ്റെ അമ്മ പറയാണ് രോഹൻ ആരുവിനോടുള്ള സ്നേഹത്തിൽ മുങ്ങി നിൽക്കുകയാണ്, അവനിപ്പോൾ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, കല്യാണ ചിലവ് സാധാരണ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഫുൾ എടുക്കുന്നത്, എൻഗേജ്മെൻ്റ് ആയാലും സംഗീതമായാലും മെഹന്തി ആയാലും എല്ലാം അവർ തന്നെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഒരു പെൺകൊന്നിനെ പോലെ ആയിട്ടുണ്ട്, ഇപ്പോൾ അവൻ പറയുന്നത് രണ്ടുപേരും അത് ഷെയർ ഇട്ട് ചെയ്യണം, 50-50 ആയിട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 കൂട്ടർക്കും പകുതി പകുതി എടുക്കാമെന്ന് പറയുവാണ്.
അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്, സമാധാനമായി. പകുതി ക്യാഷ് അവരെടുക്കുമല്ലോ, ഇവർക്ക് ഇച്ചിരി ആഡംബരമായിട്ട് നടത്തണമെന്നാണ്. അപ്പോൾ ചിലവ് ഇവരുടെ കയ്യിൽ എങ്ങനെ നിൽക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് രോഹൻ്റെ അമ്മ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. രോഹൻ്റെ അമ്മ പറയും, ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ, നിങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ലെന്നറിയാം, എന്നാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ വലിയ ഗ്രാൻഡായിട്ട് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ആരുവിന് ഇത് കേട്ട് വിഷമമാവുന്നുണ്ട്, പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവരൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ നോക്കുമ്പോൾ മൊത്തം ചിലവ് 30 ലക്ഷമാണ് പറയുന്നത്. അതിൽ 15 ലക്ഷം ഞങ്ങളും 15 ലക്ഷം നിങ്ങളും ഇടണമെന്ന് പറയുമ്പോൾ ഇവരാകെ ഞെട്ടുകയാണ്. ഇവർ വെറും 5-6 ലക്ഷത്തിന് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കാൻ നിന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം ഇവിടുത്തെ സാഹചര്യവും കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയല്ലേ പറ്റുള്ളൂ, ഞങ്ങൾ തറവാടികളാണ്, അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഗസ്റ്റുകളും അതുപോലെയാണ്, അപ്പോൾ അവർക്കൊന്നും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ നടത്താൻ പറ്റുമെങ്കിൽ ഈ കല്യാണം നടത്തിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണുണ്ട്, എന്നാൽ ഇത്രയും എമൗണ്ട് വന്നാലിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം ഇവിടെ ജോലിക്ക് പോകുന്നവരെക്കാട്ടി ഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതലെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് കഴിക്കുന്നവരാണ് എല്ലാവരും. അതിൽ അപ്പൂൻ്റെ ആങ്ങൾ മാത്രമല്ലേ ജോലിക്ക് പോകുന്നുള്ളൂ, പോരാത്തതിന് ഇവിടെ വന്ന അതിഥികളെയും കൂടെ പോറ്റണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അത് അപ്പു വന്ന് നിൽക്കുന്നതിന് ഒന്ന് കുത്തുന്ന രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവരൊക്കെ ആ ലിസ്റ്റിലെ എമൗണ്ട് കണ്ട് ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്, ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇവർ അവസാനം ഓക്കെ പറയുവാണ്, ആ ശരി ഞങ്ങൾ നോക്കാം, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ നോക്കാമെന്ന് പറയുവാണ്. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുകയാണ്, മാക്സിമം എന്നല്ല, ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണം, ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഇട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ കല്യാണത്തിൻ്റെ കാര്യം മറന്നേക്ക്, ഞങ്ങൾക്കിനി കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആര് പറയുന്നുണ്ട്, ഈ കല്യാണം കാരണം നടന്നില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, ചേച്ചി കാരനാണ് ഇപ്പോൾ അവരിങ്ങനെ ചെയ്തത്, ചേച്ചിയുടെ തറുതല പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ സ്വഭാവമായെന്ന് പറയണം. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷിത്ത് നർമ്മദാദേവിയുടെ ആ അമ്പലവും അതിൻ്റെ ആശ്രമമായിട്ടൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ പൂജാരിയാണ് പുള്ളി, ശാസ്ത്രിജി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയ സാരി അവിടെ കൊണ്ടുവന്നിട്ട് നർമ്മദാദേവിനെ അലങ്കരിക്കാൻ കൊണ്ടുവരുവാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് ശാസ്ത്രിജി ചോദിക്കുന്നുണ്ട്, അച്ഛന് സുഖമല്ലേ, അച്ഛനാണ് ഇവിടെ ഏറ്റവും നല്ല ഡിസൈൻസൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്, അപ്പോൾ അച്ഛന് വയ്യാതായപ്പോഴാണ് നർമ്മദാദേവിയുടെ മുഖം മാടിയത്, അങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ സാരി കൊണ്ടുവന്നിട്ട് സാരി രക്ഷിത്ത് ശാസ്ത്രിജിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനത്തെ പട്ടൊക്കെ ഇപ്പോൾ കണ്ടിട്ട് കുറേ നാളായി, ഇങ്ങനത്തെ സാരികളൊന്നും ഇപ്പോൾ കാണാൻ കിട്ടാറില്ല, എല്ലാവരും ഇപ്പോൾ പുതിയ മോഡലുകളിലേക്കും എംബ്രോയ്ഡറി വർക്കിലേക്കൊക്കെ മാറിയിട്ടുണ്ട്, മഹേശ്വരി സിൽക്കിനെ പറ്റി ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ മധ്യപ്രദേശിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ മഹേശ്വരി സിൽക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ രക്ഷിത്തിൻ്റെ ചേട്ടത്തി അവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ചേട്ടത്തിയാണെങ്കിൽ ഇവർക്കെതിരെ ഒരു കമ്പനി തുടങ്ങിയിട്ട് അവരും ഈ സാരിയുടെ ബിസിനസ് തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു എനിമിയായിട്ട് ഇപ്പോൾ അവരാണ് നിൽക്കുന്നത്. ഇപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛന് വയ്യാതായ പിന്നെ ഈ ചേട്ടത്തിയുടെ പേര് റവീണ എന്നാണ്. റവീണയാണ് ആ സാരിയുടെ അത് നർമ്മദാദേവിക്ക് അലങ്കരിക്കാൻ എല്ലാ വർഷവും സാരി കൊണ്ടുവരുന്ന ഇവരാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ആയിരിക്കുകയാണ്, ആര് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലാഷ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായി ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ പകുതിയിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.